നമസ്കാരം. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമായ ഹുബ്ബള്ളിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് ബംഗളൂരുവിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:05 ജനശതാബ്ദി എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ ഇനിയും 2 മണിക്കൂർ കൂടിയുണ്ട്. അതിനു മുന്നേ തന്നെ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. AC ബസ്സുകളാണ് ഇവിടുന്ന് സർവീസ് ചെയ്യുന്നത്. സിറ്റിൻ്റെ പല ഭാഗത്തേക്കുള്ള സർവീസാണ് ഇവിടെ നിന്നുള്ളത്. ധർവാഡിലേക്കൊക്കെയുള്ള ബസ്സൊക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇവിടെയാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത്. 3 പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ് വരുന്നത്. ഒന്ന് ഇതാണ്, 2 അങ്ങ് അവിടെയാണ് വരുന്നത്. 3ാമത് വരുന്നത് 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങ് അവിടെ. ഈ ഒരു ഭാഗത്തൊരു കോച്ചൊക്കെ ഉണ്ട്. അതായത് ഇതൊരു കോച്ച് റെസ്റ്റോറൻ്റ് ആണ്. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നുമില്ല, വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മെയിൻ എൻട്രി ഗേറ്റ് വരുന്നത് ഇവിടെയാണ്. നല്ല അടിപൊളിയാണ് ഈ ഒരു ഭാഗത്തെ നിർമ്മിതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് കയറുന്നല്ലോ. നമുക്ക് ആ ഒരു മുൻഭാഗത്തേക്ക് ആദ്യം പോയിട്ട് വരാം. ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ്. ഹുബ്ബള്ളി സിറ്റിയൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റും എൻട്രൻസൊക്കെ വരുന്നത് ഇവിടെ. ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ ഒരു ലോക്കോമോട്ടീവ് കാണാം, WDG-4. ഇവിടെയാണ് മെയിൻ ഒരു ഗേറ്റ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ. അവിടെ തന്നെ നമുക്ക് എഴുതിയത് കാണാം, വെൽക്കം ടു ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം. ഇവിടെ തന്നെ ചെറിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. 1 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോം നേരെ, 6ഉം 7ഉം 8ഉം കുറച്ചൊരു റൈറ്റിലേക്ക് പോകാനുണ്ട്. നല്ല റൈറ്റ് അല്ല, ചെറുതായിട്ട്. അപ്പം അങ്ങനെയാണ്. ഇവിടെ കന്നഡയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇനി നേരെ റെയിൽവേൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. SSS ഹുബ്ബള്ളി, ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ. ഈ റെയിൽവേ സ്റ്റേഷന് മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെയാണ്. 1507 മീറ്റർ അഥവാ 1.5 കിലോമീറ്റർ. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ യു ആർ അറ്റ് ഹിയർ. അതായത് നമ്മളിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. 1507 മീറ്ററിൽ 121 മീറ്റർ മാത്രമേ ഇപ്പം നമ്മൾ നടന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് നടക്കാനുണ്ട്. നമ്മളെന്തായാലും ആ ഒരു അറ്റം വരെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ബംഗളൂരു വന്ദേ ഭാരത് വരാനുണ്ട്. ധർവാഡ് KSR ബംഗളൂരു. നമുക്ക് അതിനു മുന്നേ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം കഴിക്കാം. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് തന്നെ കഴിക്കാം. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ നേരെ ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കാം. 2 വെജ് ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കറിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് 70 രൂപയാണ് ഒരെണ്ണത്തിനായത്. ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഹംപിയിലത്തെ കാഴ്ചകളാണ്. വിരൂപാക്ഷ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് വിത്തള ടെമ്പിൾ. ഹംപിയിൽ പോയപ്പോൾ നമ്മൾ ഇതൊക്കെ മുഴുവനായിട്ട് കണ്ടതാണ്. ഇവിടെയൊക്കെ ഉണ്ട് ആ ഒരു വർക്ക്. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടൽ 8 പ്ലാറ്റ്ഫോമാണുള്ളത്. 6ഉം 7ഉം പ്ലാറ്റ്ഫോം ഉള്ളത് അവിടെയാണ്. വേൾഡിലത്തെ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം ഉള്ളത് 1ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ 1ആണ്. പക്ഷേ ഇത് കുറച്ച് അങ്ങെത്തിയാൽ പിന്നെ ഈ പ്ലാറ്റ്ഫോം സ്പ്ലിറ്റായി 8ഉം കൂടി ആവും. അങ്ങനെ 8ഉം 1ഉം കൂടെ ചേർന്നതാണ് ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം. നമുക്ക് പോകാനുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടത്തേക്ക് വരികയാണ്. ഈ വരുന്നതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. അതുപോലെ തന്നെ 2, 3, 4, 5 ആ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ വണ്ടി വന്നത് 2ാം നമ്പർ പ്ലാറ്റ്ഫോം. 1.5 കിലോമീറ്റർ ആണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നീളം വരുന്നത്. ഞങ്ങളൊരു പകുതിയായി ഇപ്പം നടന്നിട്ട്. ഇനിയും നടക്കാനുണ്ട്. 7ലേക്കൊക്കെ വരുന്ന ട്രെയിൻ അവിടം വരെ വരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റ് ഭാഗത്തേക്ക് പോകാൻ ഇതുപോലുള്ള ബഗ്ഗുകളൊക്കെ കിട്ടും. 6ഉം 7ഉം പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 1 അങ്ങുന്നേ സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെ 2ഉം 3ഉം അവസാനിച്ചു. ഇനി ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഇല്ല. തൊട്ട് ആ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞാൽ പിന്നെ 1 കഴിയും, പിന്നെ അത് 8 ആവും. അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലെവൽ വരുന്നത്. 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ലോക്കോമോട്ടീവ് വേണ്ട, നല്ല അടിപൊളി ആർട്ടല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഏത് വണ്ടിയാണെന്നറിയോ? കൊച്ചുവേളിയിൽ നിന്ന് ഹുബ്ബള്ളിയിലേക്ക് വരുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. അത് തന്നെയാണ് ഹുബ്ബള്ളി രാമേശ്വരം വണ്ടിയായിട്ടും പോകുന്നത്. ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ. ഇത്
ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ഇവിടെ മുതലാണ് 8-ാം നമ്പർ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്. കണ്ടില്ലേ, ഇത് പ്ലാറ്റ്ഫോം നമ്പർ 8. അതായത് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് 1. ഇതുവരെ നമ്മൾ വന്നത് 930 മീറ്റർ ആണ്. അപ്പോഴത്തേക്കാണ് 8-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. 1507 മീറ്ററിൽ 1395 മീറ്റർ നമ്മളിപ്പം നടന്നു. കുറച്ചും കൂടെ നടക്കാനുണ്ട്. ആ ഒരു നെയിം ബോർഡുള്ള അവിടം വരെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത്. 1.5 കിലോമീറ്ററോളം നടന്ന് ഞങ്ങളിതാ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു 8-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും അറ്റത്തെത്തിയിരിക്കുകയാണ്. 1507 മീറ്ററാണ് ഇവിടെ വരുന്നത്. അത് മുഴുവനായിട്ടിതാ നടന്ന് കണ്ടിരിക്കുകയാണ്. വേൾഡിലത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മുടെ സ്വന്തം ഹുബ്ബള്ളിയിലാണ്. അടുത്തത് നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ്, ആരാണ് ഈ ഒരു സിദ്ധാരൂഢ സ്വാമിജി? ശ്രീ സിദ്ധാരൂഢ സ്വാമിജി അദ്ദേഹം ഒരു സന്യാസി ശൈലി ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തത്വചിന്തകൻ കൂടിയാണ്. അദ്ദേഹം 1929 ഹുബ്ബള്ളിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ എന്നൊരു പേര് നൽകിയത്. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലെ നമുക്കിവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിട്ടയറിംഗ് റൂം, ഡോർമെറ്ററി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം വരുന്നത് നമ്മുടെ ഹുബ്ബള്ളിയാന്ന് പറഞ്ഞു. ഒന്ന് മാത്രമല്ല, 2, 3, 4, 5 വരെ നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. അതിൻ്റെ ഓരോരോ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒന്നാമത് വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഹുബ്ബള്ളി, രണ്ടാമത് നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ, മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ കൊല്ലം, നാലാമത് വരുന്നത് പശ്ചിമ ബംഗാളിലെ ഖഡഗ്പൂർ, അഞ്ചാമത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഒക്കെ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതെടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടപ്പല്ലേ. ധർവാഡ് KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ വന്ദേ ഭാരത്. ഇത് രാത്രി 7:15 ബംഗളൂരു എത്തും. ഇതിൽ ഞങ്ങൾ ഇതുവരെയും ട്രാവൽ ചെയ്തിട്ടില്ല. ഒരു തവണ നോക്കാം. ബംഗളൂരു. നമുക്ക് പോകാനുള്ള ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WP7. ഇവിടെ വലിയൊരു നെയിം ബോർഡും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബോർഡുണ്ട്. ട്രെയിൻ നമ്പർ വരുന്നത് 120-80. തിരിച്ചു വരുമ്പം 120-79. അങ്ങനെയാണ്. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. അനൗൺസ്മെൻ്റ് ആണ് ട്രെയിനിൻ്റെ. 1-2-0-8-0 जनशताब्दी एक्सप्रेस सिद्धारूढ़ स्वामीजी हुब्बळ्ळि जंक्शन. നമ്മുടെ കോച്ച് D1 ആണ്. അതായത് ഇതിൽ 8ഉം 12ഉം. അതോട്ട് വരാം. പന്ത്രണ്ട് വിൻഡോയാണ് ഇതാ ഇവിടെ. 8 ഇവിടെ, 8 അങ്ങ് അവിടെ അല്ലേ. ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ട്രേ ടേബിളുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുഷ് ബാക്സ് സീറ്റാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം ജനശതാബ്ദി ആണെങ്കിലും കണ്ണൂർ ജനശതാബ്ദി ആണെങ്കിലും രണ്ടിനും പുഷ് ബാക്ക് സീറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ഇതിനകത്തുണ്ട്, കാരണം ഇത് LHP ആണല്ലോ. പിന്നെ ചാർജിങ് സോക്കറ്റ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ഞങ്ങൾ ഒരാഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു 480ഓളം സീറ്റുകൾ അവൈലബിൾ ഉണ്ടാകുമ്പോൾ തന്നെ ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഹുബ്ബള്ളിയിൽ നിന്ന് KSR ബംഗളൂരു വരെ ഒരാൾക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് വരുന്ന ടിക്കറ്റ് ചാർജ് 210 രൂപയാണ്. മനു പറഞ്ഞ പോലെ തന്നെ ഈ 400-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ബുക്ക് ചെയ്യുന്ന സമയത്ത് മനു വേറൊരു സ്ഥലം, എനിക്ക് വേറൊരു സ്ഥലം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരുമിച്ചാണ് ബുക്ക് ചെയ്തത്. അപ്പം എന്താ പറയുക, ആ സമയത്ത് ടിക്കറ്റ് എടുത്തു, വീണ്ടും അത് ക്യാൻസൽ ചെയ്തിട്ട് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടല്ലോ പൈസ നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ആളുകൾ പോകുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞങ്ങൾ അതുപോലെ തന്നെ മതി, നമ്മുടെ സഹയാത്രക്കാരോട് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. എങ്ങനെ അങ്ങനെ വരുന്നല്ലേ ബുക്ക് ചെയ്യുമ്പോൾ? എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ നിങ്ങൾക്ക്.
ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 2:05 തന്നെ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ ജനശതാബ്ദി എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. ജോധ്പൂർ KSR ബംഗളൂരു എക്സ്പ്രസ് ആണിത്. ഇവിടെ ചാടുകയാണ്. ഇത് വാസ്കോഡ ഗാമ ഷാലിമാർ അമരാവതി എക്സ്പ്രസ് ആണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ മുതൽ 8. ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശീലമായിക്കോളും. ജനശതാബ്ദി എക്സ്പ്രസിന്റെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് 75 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഹവേലിയിലാണ്. ഞാനിവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉള്ളത്. ഇങ്ങനെ വേണം എല്ലാ ട്രെയിനിലും. നമ്മുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ചാർജിങ് പോയിന്റ്. നമ്മുടെ നാട്ടിലത്തെ ജനശതാബ്ദിയിലും ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുന്ന പ്രതീക്ഷിക്കാം. ആൾക്കാർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യണ്ടേ. ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് 100 km/h ആണ്. ഈ ഒരു സ്പീഡ് തന്നെ ഇപ്പം കീപ്പ് ചെയ്ത് പോവുക. ഉത്കൃഷ്ട കോച്ചും LHP കോച്ചും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ട്രെയിൻ 130 km/h സ്പീഡിൽ പോയാലും ട്രെയിനിൻ്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു കുലുക്കോ ഒരു ജെർക്കിങ്ങോ ഒരു വൈബ്രേഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഉത്കൃഷ്ട കോച്ച്, നമ്മുടെ ഇപ്പോഴത്തെ കോഴിക്കോട് ജനശതാബ്ദിയൊക്കെ ഉത്കൃഷ്ട കോച്ചാണ്. അത് 110 km/h സ്പീഡിന് മുകളിൽ കയറില്ല. ആ ട്രെയിനിന് 110 തന്നെ പോയിട്ടുണ്ടെങ്കിൽ നല്ല വൈബ്രേഷൻ ആയിരിക്കും. അതിൽ ട്രാവൽ ചെയ്തവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. CC അല്ല, നോർമലാണെന്ന് പറഞ്ഞത്. നല്ല രീതിയിൽ വൈബ്രേഷൻ ആയിരിക്കും. പിന്നെ ട്രെയിൻ മൊത്തത്തിലൊരു ഇളക്കമായിരിക്കും. അതൊന്നും ഈ ഒരു LHP കോച്ചിന് ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള കംഫർട്ടായിരിക്കും ഈ ഒരു LHP കോച്ചിന് ഉണ്ടാവുക. കൂടുതൽ സൗകര്യങ്ങൾ അതൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സമയം 3:05. SMM ഹാവേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ്. HVR അതാണ് ഈ സ്റ്റേഷൻ്റെ കോഡ്. SMM ഒരു ഫുൾ ഫോം വരുന്നത് ശ്രീ മഹാദേവപ്പ മൈലാര എന്നാണ്. അതുപോലെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 2002 അതുപോലെ തന്നെ നമ്മുടെ ജനശതാബ്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹുബ്ബള്ളിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഓടുന്ന ട്രെയിനുകൾ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഹുബ്ബള്ളിയിൽ നിന്ന് മറ്റൊരു വന്ദേ ഭാരത് നമ്മൾ കണ്ടില്ലേ, അതാണ് 1ാമത്തെ ട്രെയിൻ. അത് 6 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ടാണ് ഹുബ്ബള്ളിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്നത്. നമ്മളത് 7 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടുന്നും കയറാനുണ്ട് കേട്ടോ. റാണി ബെന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് ടോട്ടലി D1 മുതൽ D12 വരെയാണുള്ളത്. പക്ഷേ ഇതിനൊരു എക്സ്ട്രാ കോച്ച് കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടലി
സെക്കൻഡ് സീറ്റിംഗ് 13 ഉള്ളത്. 2 ചേർക്കാർ 2 ഇപ്പോൾ പുറകിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റാണി ബെന്നൂർ അറിയപ്പെടുന്ന കർണാടകയുടെ കോട്ടൺ സിറ്റി എന്നാണ് അത് അറിയപ്പെടാൻ കാരണം ഇവിടെ ഒരുപാട് പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. കർണാടകയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ തുംഗഭദ്ര. സമയം 3:55. ഹരിഹർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. സമയം 4:15. ദാവനഗരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ കോച്ചിലേക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കയറാനുണ്ട്. നമ്മളൊരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച് തന്നെ ഇരിക്കണം. എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് പിന്നെ ഇവിടെയാണ് ഫ്ലാഗൊക്കെ ഉള്ളത്. ഈ വേറെ കിട്ടിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അനൗൺസ്മെൻറ്റ് ഇത് വേറെ ഏതോ വണ്ടീൻ്റെ അനൗൺസ്മെൻറ്റാണ്, നമ്മുടെതൊന്നും അല്ല. ഞങ്ങളിവിടുന്ന് 2-3 ആൾക്കാരോട്, അതായത് നവീൻ്റെ ഒരു വിൻഡോൻ്റെ ഭാഗത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുമെന്ന്. ആരും മാറിയില്ല. കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു മാനുഷിക പരിഗണനയ്ക്ക് നൽകാം. കാരണം എൻ്റെ 12ആണല്ലോ, ഞാനിപ്പോൾ ഇരിക്കുന്നത് 18ാമത്തെ വിൻഡോ ആ സീറ്റിലാണ്. കാരണം എൻ്റെ ഇപ്പുറത്തുള്ള 2, അതായത് ഒരു ഫാമിലിയാണ് 3 പേര് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിലൊരാൾക്ക് വിൻഡോ വേറെ സ്ഥലത്തായിട്ട് അവരെന്നോട് മാറി ചോദിച്ചു, ഞാൻ നൈസായിട്ട് മാറാമെന്ന് പറഞ്ഞു. കാരണം അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. കാരണം അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടല്ലോ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 മിനിറ്റിന് കൂടുതൽ നിന്ന് വണ്ടി. ഡി ബീച്ച് അതാണ് ഈ സ്റ്റേഷൻ കോഡ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴി. ഇതൊരു തിയേറ്ററാണ്. നല്ലൊരു കർവാണ് ഇനിയിപ്പോൾ ഇവിടെ മുതൽ. ഞാനിപ്പോൾ ഈ ഒരു 18ാം നമ്പർ സീറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത്ര നേരം നല്ല മഴയായിരുന്നു. നേരത്തെ എന്നോട് എൻ്റെത് 12ആണല്ലോ, അവിടുത്തെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്തേക്ക് മാറിയിരിക്കുക പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ചിക്കാജൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ചെറുതായി ഇപ്പോഴും മഴയുണ്ട്. വെയിലും ഉണ്ട് മഴയും ഉണ്ട്. 110 km/h സ്പീഡിൽ തന്നെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, സിദ്ധഗംഗ എക്സ്പ്രസ്. അതിവിടെ ഏകദേശം എത്താനായി. അതാ കൃഷിപ്പാടാണ് മുഴുവനും. സമയം 5:35. ബീരൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്.
7:36 ഇപ്പം. ഇവിടെ ആയിട്ട് തന്നെ നിർത്തും. റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്ത് നല്ല മരമൊക്കെ ഉണ്ട് കേട്ടോ. അതാ നല്ല തണലായിരിക്കും. ഇനിയിപ്പോൾ ഈ വഴി ഇപ്പോൾ അധികം ട്രെയിനൊന്നും ഇപ്പോൾ കടന്നു പോകാനൊന്നുമില്ല. പിന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് ശിവമൊഗ്ഗ തലുകുപ്പ ആ ഭാഗത്തേക്കൊരു റൂട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയത് തന്നെയാണ്. നല്ല അടിപൊളി റൂട്ട് തന്നെയാണ്. അത് മൊത്തം തെങ്ങിൻ തോപ്പുകളും കവുങ്ങളൊക്കെ നിറഞ്ഞ നല്ലൊരു റൂട്ടാണത്. നമ്മുടെ അതിലെ കൂടെ പോകുന്ന ഒരു വണ്ടിക്ക് ഉണ്ടല്ലോ, വിസ്റ്റഡോം കോച്ചൊക്കെ ഉണ്ട്. തലുകുപ്പ എന്തായാലും നിങ്ങൾ പോകേണ്ട ഒരു റൂട്ടാണ്. കാരണം എന്താ പറയാ, മൊത്തം മരങ്ങൾ നിറഞ്ഞ റൂട്ടാണ്. നമ്മുടെ എന്താ പറയാ ജോഗ് ഫാൾസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തലുകുപ്പ ഇറങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ സാഗര റൂട്ടൊക്കെ അത് ആ വഴിയാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ മാറിയിട്ടാണ് ഇനി അടുത്ത സ്റ്റോപ്പല്ല, ഈ ട്രെയിൻ സ്റ്റോപ്പില്ല, കാടൂർ ജംഗ്ഷൻ വരുന്നത്. അവിടുന്ന് വേറെ റൂട്ട് പോകുന്നുണ്ട് ചിക്കമംഗളൂർ. പക്ഷെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇനി അരസിക്കര അല്ലേ? അരസിക്കര. ഈ ജനശതാബ്ദി എക്സ്പ്രസ് ഇല്ലേ, ഇതിന്റെ ഈ ഒരു ലിവർ നിങ്ങൾ കണ്ട, ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് റിമൂവ് ചെയ്യുമ്പോഴാണ് ഇത് വല്ലാത്ത വൃത്തികേടാവുക. നമ്മുടെ നാട്ടിലത്തെ ട്രെയിനിൻ്റെ അവസ്ഥ അറിയാലോ. നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി ആയാലും കണ്ണൂർ ജനശതാബ്ദി ആയാലും രണ്ടാമത് അതിൻ്റെ സ്റ്റിക്കർ ഇളക്കി കഴിഞ്ഞാൽ അയ്യോ തകരപ്പാട്ട വണ്ടി പോലെ ഉണ്ടാവുക. ഇത് പിന്നെയും കുഴപ്പമില്ല. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞങ്ങൾ ട്രെയിനിൽ 2 മധുർ വട വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കച്ചവടക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മധുർ വട. ഇത് സംഭവം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ല, കറക്റ്റ് നമ്മുടെ ഉള്ളിവടയില്ലേ അതിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലേക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ മധുർ വട, ഈ സ്നാക്സ് നമുക്ക് കിട്ടും. കർണാടക ഈ കൂടുതലും ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന റൂട്ടിലാണ് നമ്മൾ കാണാറുള്ളത്. ആ സമയത്ത് അതുവഴി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യമൊക്കെ കൂടുതൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ട്രെയിൻ ഇപ്പോൾ അർസിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടുന്ന് അങ്ങ് ദൂരെയായി ഒരുപാട് മലനിരകൾ കാണാനായിട്ട് സാധിക്കും. സമയം 6:16. അർസിക്കര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അർസിക്കരയിൽ 2 മിനിറ്റാണ് നമ്മുടെ ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ഇതാ ഇഡ്ഡലിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് 2 റൂട്ടൊക്കെ വേറെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ ആയത്. അതായത് ഇപ്പൊ നമ്മൾ വന്ന റൂട്ട്, അതുപോലെ തന്നെ തുമക്കൂറു ബംഗളൂരു റൂട്ട്, പിന്നെ ഒന്ന് അസനിലേക്ക്, അതാണ് ഇത് ജംഗ്ഷൻ വരാൻ കാരണം. പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തുമക്കൂറുമാണ്. 97 കിലോമീറ്റർ പോകാനുണ്ട്. അതെ. പിന്നെ ഇവിടെ തന്നെ ഇന്ത്യൻ ഓയിലിന്റെ 2 വലിയ ടാങ്കൊക്കെ കാണുന്നുണ്ട്. ഇതാ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് വേല് ഇത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഡലിയൊക്കെ ഇങ്ങനെയാണ്. സിഗ്നലായി ആയി, ഗ്രീനായി. 6:25 അർസിക്കരയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടത്തേക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ വരും, യശ്വന്ത്പൂർ വാസ്കോഡ ഗാമ എക്സ്പ്രസ്. അതിവിടെ എത്താനായി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. സമയം 7:25. തുമക്കൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത്രയും നേരം ട്രെയിൻ 1.5 സ്പീഡിലാണ് വന്നത്. അടുത്ത സ്റ്റോപ്പുള്ളത് യശ്വന്ത്പൂരിലാണ്. ഇവിടുന്ന് KSR ബംഗളൂരിലേക്ക് 69 കിലോമീറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ ഹുബ്ബള്ളിക്കും KSR ബംഗളൂരിനും ഇടയിൽ ഈ ട്രെയിന് 9 സ്റ്റോപ്പാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ വന്ദേ ഭാരതും നമ്മുടെ ഈ ഒരു ജനശതാബ്ദിയും തമ്മിൽ 1 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സ്പീഡൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. കാരണം ഇതും ഒട്ടും കുറവല്ല. സമയം 8:15. ചിക്കബണാവര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, സിഗ്നല് കിട്ടി നിർത്തിയതാണ്. 8 കിലോമീറ്റർ ആണ് ഇനിയിപ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. ഇവിടെ വേറൊരു ട്രെയിനും കൂടി അതേപോലെ സിഗ്നൽ കിട്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഒരുപാട് പേര് യശ്വന്ത്പൂരിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ ആയി ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നിന്നു. ഇവിടെ നിർത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും അകത്തേക്ക് തന്നെ വീണ്ടും കയറി പോയല്ലേ. അല്ല, ഇവിടെ ഇറങ്ങേണ്ടവർക്ക് ഒരു ഭാഗ്യം തന്നെയാണല്ലോ. വണ്ടി വരുന്നുണ്ടല്ലേ? ഒരു വണ്ടി അങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇതിൻ്റെ പുറകെ വരുന്ന വണ്ടി തന്നെ ആകാം. കാരണം ഹൈ പ്രയോറിറ്റിയിലൊരു വണ്ടി തന്നെയാണ് ഈ ഒരു ജനശതാബ്ദി.
ഇതുവഴി മറ്റൊരു ട്രെയിനും കൂടെ അതാ കടന്നു പോവുകയാണ്. ഗോമതേശ്വര എക്സ്പ്രസ് മംഗളൂരു യശ്വന്ത്പൂർ. ഇതും ഇപ്പൊ വന്നിട്ട് ഇവിടെ കിടക്കും. ഗോമതേശ്വര ഇതിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അല്ല സ്റ്റോപ്പ് ഉണ്ട്, അല്ല ഇതും വന്നിട്ട് ഇവിടെ കിടക്കും. നമ്മളെ വണ്ടി പോയിട്ട് ഇത് ഇവിടുന്ന് എന്തായാലും എടുക്കുള്ളൂ. സമയം 8:55. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി 5 കിലോമീറ്ററും കൂടി ഉണ്ട് KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവസാന സ്റ്റേഷൻ ഈ ട്രെയിനിൽ. രാത്രി നല്ല തണുപ്പ് വന്ന് തുടങ്ങി. ബാംഗ്ലൂർ നൈറ്റ് കാണാൻ എന്താ രസം. ആ ബിൽഡിംഗ് ഒക്കെ കാണാൻ തന്നെ നല്ലൊരു എടുപ്പുണ്ട്. LHT കോച്ചും ഉത്കൃഷ്ട കോച്ചും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ അറിയോ? നല്ല രീതിയിലുള്ള നമുക്ക് ഈ ഒരു ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് വിശാലമായി കാലൊക്കെ നീട്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഫുഡ് റെസ്റ്റ് തന്നെ നമുക്ക് പല ആംഗിളിൽ തന്നെ നമുക്ക് ഇതാക്കാം. ഇതിപ്പോൾ താഴെ പിന്നെ ഓരോരോ ലെവലാണ്. ഇതൊരു ലെവല്, ഇതൊരു ലെവൽ, അങ്ങനെ പല ലെവലിലാക്കാം. ഉത്കൃഷ്ടിലാണെങ്കിൽ ഇത്ര ഒരു സ്പേസ് ഒന്നും ഇവിടെ ഉണ്ടാവണം എന്നില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിക്ക് തിരുവനന്തപുരത്ത് കയറി കോഴിക്കോട് എത്തുമ്പോൾ തന്നെ സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നടുവേന വരും. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 469 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 9:13. ഇവിടെ 9:15 എത്തേണ്ടത്. ഇവിടെ ഇതാ ഒരു വന്ദേ ഭാരതൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. ഞാൻ ഇവിടെ ആവുമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു കോച്ചിൽ നിന്ന് ഞങ്ങളിനിപ്പോൾ ഇറങ്ങുവാണ്. 3x3 സീറ്റിൻ്റെ ഹോട്ടലിലാണ് ഈ ഒരു സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ വരുന്നത്. എല്ലായിടത്തും ചാർജിങ് സോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഇതേപോലത്തെ കോച്ചുകൾ തന്നെ നമ്മുടെ കേരളത്തിലും വരട്ടെ. അവിടെ ഒരു മദ്യപിച്ചിട്ട് ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അദ്ദേഹത്തിനെല്ലാം എടുത്ത് RPF എന്നെ പുറത്തേക്ക് ഇടും നേരെ. കയറിയതാണ്. പുറത്തേക്ക് ഇറങ്ങാം. ഞങ്ങളിനി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ്. ഞങ്ങളുണ്ടല്ലോ ഇതിന് പോകാനൊരു പ്ലാൻ ഉണ്ടായതാ, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അതെ, അതിനെപ്പോഴും വെയിറ്റ് ചെയ്യാം. ഞങ്ങളെ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഡോർമെട്രി ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് കിട്ടുമോയെന്നറിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. മുകളിലോട്ടാണ് കയറേണ്ടത്. ഞങ്ങളങ്ങനെ ഡോർമെട്രി എടുത്തിരിക്കുകയാണ്. 5ഉം 4ഉമാണ്. ഇത് AC ഡോർമെട്രിയാണ്. ഞങ്ങൾ നോൺ AC എടുക്കാനാണ് പ്ലാൻ ഉണ്ടായത്. പക്ഷേ ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ കഴിഞ്ഞു പോയി. ഒരു ബെഡാണുള്ളത്. പിന്നെ നമുക്ക് പുതക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പില്ലോയും ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഒരു ചെറിയൊരു ലോക്കർ ഉള്ളത്. അതിൻ്റെ അകത്ത് എൻ്റെ ബാഗ് 2 വലിയ ബാഗ് തന്നെ പോകും കേട്ടോ. അതിന് പുറമേ അത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നീട് ഒരു കീയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12 മണിക്കൂറിന് 335 രൂപയാണ് ഈ ഒരു ബെഡിനായത്. ഇപ്പം നേരെ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോവാം. ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ. രാത്രിക്ക് എന്താ തിരക്കെന്നറിയോ? പല ഭാഗത്തു നിന്ന് പല സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ തിരക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞങ്ങളിനി മെജസ്റ്റിക് ഭാഗത്തേക്ക് പോകും. അവിടെ ഒരു ഹോട്ടലിൽ പോയി രാത്രിക്കത്തെ ഫുഡ് കഴിക്കും. നേരെ പോയി കിടന്നുറങ്ങും. ഞങ്ങൾക്ക് ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങെഴുന്നേക്കാനുള്ളതാണ്. അടുത്ത ദിവസത്തെ ഒരു യാത്രയുണ്ട്. ഒരു കിടിലൻ യാത്രയാണ്. പക്ഷെ അതിന്റെ ടിക്കറ്റ് ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. കിടിലൻ യാത്ര എന്ന് വെച്ചാലേ നാട്ടിലേക്കുള്ള യാത്ര തന്നെയാണ്. തത്കാലം ഇന്ന് അതിന്റെ തത്കാലം എടുക്കാൻ വേണ്ടി നോക്കണം. എടുത്ത സമയത്ത് TKW ആയിപ്പോയി. 16, 17 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നോക്കിയ സമയത്ത് ആരോ മുമ്പ് എടുത്ത ആരോ കുറച്ച് ആൾക്കാരെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും അത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു പരാമർശം അതെന്തായാലും കൺഫേം ആവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ജനറൽ മാത്രമേ പോകാനുള്ളൂ.
ഞങ്ങൾക്ക് മിക്കവാറും രാവിലെ 3:50 ആകുമ്പോൾ അലാറം വെച്ചിട്ട് എണീച്ചിട്ട് 4 മണിക്ക് 4:4 ആകുമ്പോൾ നേരെ യശവന്തൂരേക്ക് പോകണം. അതെ, അപ്പം ഒരുപാട് കടമ്പയുണ്ട്. കാരണം ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ ആ ഒരു AC ഡോർമെറ്ററി അല്ല ഞങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടായത്, നോൺ AC എടുക്കാനെന്ന്. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങുള്ളൂ. അതിനാണെങ്കിൽ 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ അത് എടുക്കാതെ നമ്മളിപ്പോ ഈ മജസ്റ്റിക് ഭാഗത്തേക്ക് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് റൂം എടുക്കണല്ലോ, അതല്ലെങ്കിൽ 700-800 റേഞ്ചിൽ വരും. പിന്നെ ഓൾറെഡി വേറെ ഒന്നും അല്ല, നമുക്ക് ചെറിയ ചീപ്പിന് ഇവിടെ റൂം കിട്ടുന്നുണ്ടെങ്കിൽ പോലും തന്നെ നമുക്ക് വെളുപ്പിന് 4 മണിക്ക് ഇവിടുന്ന് പോകണ്ട, പിന്നെ അവിടെ നിന്ന് നടന്ന് വരലൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അല്ല, ഈ ഒരു റേഞ്ചിൽ എന്തായാലും കിട്ടില്ല. പിന്നെ ഇത് AC കൂടി ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുത്തു. ഇതുവരെ ഞങ്ങൾ ഇതിന്റെ എന്താ പറയാ ഇന്ത്യയിൽ ഇതൊരു വീട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇന്ന് കിടക്കുന്നത് തന്നെ. അപ്പൊ ഇന്ന് ഹുബ്ബള്ളിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. നമ്മുടെ കർണാടകയിലെ ജനശതാബ്ദി, കർണാടക ഈ ഒരു ജനശതാബ്ദിക്ക് കൂടാതെ വേറെ ഒന്നും കൂടി ഉണ്ട്. എന്നാൽ അടിപൊളി വണ്ടിയാണല്ലോ, നല്ല വണ്ടി. നമ്മുടെ കേരളത്തിലേക്ക് ഇതുപോലെ LHP കോച്ചുകളുള്ള വണ്ടികൾ വരട്ടെ, അതിനൊക്കെ വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി ആയാലും കണ്ണൂർ ജനശതാബ്ദി ആയാലും മാറട്ടെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റി ബൈ.